തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസിൽ 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ. പ്രതികൾ 1 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസമാണ് സുധീഷ് കൊലക്കേസിൽ 11 പ്രതികളും കുറ്റക്കാരെന്ന് നെടുമങ്ങാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി കണ്ടെത്തിയത്. പ്രതികൾ കുറ്റം ചെയ്തതായി പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നൊരു വാദമൊക്കെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചതാണ്. കാരണം അത്രയ്ക്കും നിഷ്ഠൂരമായ രീതിയിൽ നടത്തിയൊരു കൊലപാതകം, കൊലപ്പെടുത്തിയ ശേഷം ഈ സുധീഷിന്റെ കാല് ഓട്ടോറിക്ഷയിൽ അവർ കൊണ്ടുപോകുന്നു, പിന്നീട് ഉപേക്ഷിക്കുന്നു. വലിയ രീതിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൊച്ചു കുട്ടികളുടെ അടക്കം മുന്നിൽ വെച്ചാണ് ഇത്രയും അധികം ക്രൂരമായൊരു കൊലപാതകം നടക്കുന്നത്. പക്ഷേ എന്തായാലും 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഈ ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ. ടോം, ഈ കേസിലെ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നൽകിക്കൊണ്ടുള്ള കോടതി ഉത്തരവാണ് ഉണ്ടായത്. 4 വർഷം മുൻപാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ഈ ഗുണ്ടാ കുടിപ്പകയാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചതും. ഈ സംഭവം നടക്കുന്ന 2021 ഡിസംബറിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഡിസംബർ 11-ാം തീയതി 11 മണി കഴിഞ്ഞ് പട്ടാപ്പകലാണ് ഈ സംഭവം നടക്കുന്നത്, കൃത്യം നടക്കുന്നത്. 11 മണിയോടുകൂടി കൊല്ലപ്പെട്ട സുധീഷ് ഒളിവിൽ കഴിഞ്ഞിരുന്ന വീട്ടിലേക്ക് 11-അംഗ സംഘം എത്തുകയായിരുന്നു. തുടർന്ന് തുരുതുര വെട്ടുകയും മരണം ഉറപ്പാക്കുകയും ചെയ്തു. അവിടെയും അരിശം തീരാതെ ഒരു കാൽ വെട്ടിയെടുത്ത് ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച് പിന്നീട് ഈ ആളുകൾ ഒക്കെ ഉള്ള സ്ഥലത്ത്, ഒരു പ്രദേശത്ത് ഏതാണ്ട് 1 കിലോമീറ്ററിലധികം സഞ്ചരിച്ചാണ് അവിടെ വലിച്ചെറിയുകയായിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ ആ സമയത്ത് തന്നെ വന്നിരുന്നു. അതായത് ഈ കേസിൽ പിടിക്കപ്പെട്ടാലും തങ്ങൾക്കൊന്നുമില്ല എന്ന ഒരു നിലയിൽ തന്നെയാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം. വളരെ ഈ വർഷങ്ങൾ കഴിഞ്ഞ് ഈ ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴും ഇന്നും കോടതിക്ക് മുമ്പിൽ നമ്മൾ കണ്ടതും അങ്ങനെ തന്നെയാണ്. കൂസലില്ലാതെയാണ് പ്രതികൾ കോടതി മുറിയിലേക്ക് പോയത്. നെടുമങ്ങാട് SC കോടതിയിലാണ് ഇതിന്റെ വിചാരണ നടന്നത്. അവിടെ എത്തുമ്പോഴേക്കും ഈ പ്രതികൾക്ക് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസവും കുറ്റക്കാരെന്ന് വിധിക്കുമ്പോഴും അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു കാര്യമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണമോ അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റി എന്ന ഒരു ചിന്തയോ ഒന്നും തന്നെ അവരുടെ സമീപനത്തിൽ ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെ 11 പേർക്കും ശിക്ഷ നൽകുന്നു, മുഴുവൻ പേർക്കും ജീവപര്യന്തം ശിക്ഷ നൽകുന്നു. ഒരുപക്ഷെ ഇതിലെ 11-ാം പ്രതിയൊക്കെ ഈ കേസിൽ മാത്രം ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മുഴുവൻ പേർക്കും ശിക്ഷ നൽകി എന്നത് തന്നെയാണ്. ഇത് ഗുണ്ടാ കുടിപ്പകയുടെ ഒരു പശ്ചാത്തലമുണ്ട്. ആദ്യം ഈ കൊല്ലപ്പെട്ട സുധീഷ് ഉണ്ണി എന്ന ആളാണ് മറുസംഘത്തിലെ, ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട സംഘത്തിലെ 1-ാം പ്രതി. സുധീഷ് ഉണ്ണിയെ ആദ്യം ആക്രമിക്കുന്നു. ഇതിനുള്ള പ്രതികാരം ഉണ്ടാകുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയതോടെയാണ് ഒളിവിൽ പോകുന്നത്. അങ്ങനെ ഒളിവിൽ കഴിയുമ്പോൾ അടുത്ത ബന്ധു, സഹോദരിയുടെ ഭർത്താവ്, അയാൾ തന്നെയാണ് ഇത് ഒറ്റിക്കൊടുക്കുന്നതും. ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഒളിവിൽ താമസിക്കുന്നു എന്ന കാര്യം എതിർ സംഘത്തിനോട് അറിയിക്കുകയും അവർ കൃത്യമായി ഈ പ്ലാൻ ചെയ്ത് ഓട്ടോറിക്ഷയിലും ഇരുചക്ര വാഹനങ്ങളിലുമായി ഇവിടേക്ക് എത്തുകയുമായിരുന്നു. അങ്ങനെ പിന്നീട് കൊലപാതകം നടക്കുന്നു, കാൽ വെട്ടിയെടുത്തു പോകുന്നു. അതിനുശേഷവും ടോം, ദാരുണമായ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ജില്ലാ റൂറൽ പോലീസിന്റെ സമഗ്രമായ അന്വേഷണമാണ് പ്രതികൾക്ക് വേണ്ടി തിരച്ചിലാണ് നടത്തിയത്. ആ സമയത്ത് പോലീസ് മനസ്സിലാക്കുന്നു വർക്കലയിൽ ഒരു തുരുത്തിൽ ഇതിൽ 3-ാം പ്രതിയായ ഒട്ടകം രാജേഷ് നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇപ്പോൾ തന്നെ 18ഓളം കേസുകളിൽ അയാൾ പ്രതിയായിട്ടുണ്ട്. അതിന്റെ പല നടപടികളും നടക്കുന്ന ഒരു സമയമാണ്. ഒട്ടകം രാജേഷിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സുധീഷ് ഉണ്ണി ഈ കൃത്യത്തിന് പോകുന്നത്. ഒട്ടകം രാജേഷും സംഘവും വർക്കലയിൽ ഒരു തുരുത്തിൽ ഒളിവിൽ കഴിയുന്നുവെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം അവിടേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും ഈ വള്ളം, പോലീസുകാർ സഞ്ചരിച്ചിരുന്ന വള്ളം മറിഞ്ഞ് ബാലു എന്ന പോലീസുകാരന് ജീവൻ നഷ്ടമായ സംഭവം കൂടി ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഉണ്ട്. അതുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഭവമാണ്. കാരണം കൃത്യനിർവഹണത്തിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമായ സംഭവം കൂടി ഈ കേസിന്റെ ഭാഗമായുണ്ട്. പ്രതികൾക്ക് 1 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇതിൽ 1 ലക്ഷം രൂപ സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണം. പ്രതികൾ ഇങ്ങനെയാണ്: 1-ാം പ്രതി സുധീഷ് ഉണ്ണി, 2-ാം പ്രതി ശ്യാം, 3-ാം പ്രതി ഒട്ടകം രാജേഷാണ് ഈ സംഘത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ. നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ളയാൾ. ഒട്ടകം രാജേഷിന് തിരിഞ്ഞു പോകുമ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടമാകുന്നത്. വിനോദ്, കാരണം ഈ ഒട്ടകം രാജേഷ് നിരവധി
കൊലപാതക കേസിലടക്കം നിരവധി വധശ്രമ കേസിലടക്കം പ്രതിയാണ്. തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് കൂടിയാണ്. ഈ കൊലപാതകത്തിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിനും ഇയാളാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ സുധീഷിനെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ നൃത്തം ചെയ്ത് ഇവർ പോകുന്ന ദൃശ്യങ്ങൾ, ആ വാഹനത്തിൽ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ എല്ലാ പ്രതികൾക്കും ഒരേ രീതിയിലുള്ള ശിക്ഷ മാത്രം വിധിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒട്ടകൻ രാജേഷിനും അത് കൂടുതൽ അല്പം കൂടെ തീവ്രമായിട്ടുള്ള ഒരു ശിക്ഷ വേണമെന്നൊരാവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. തീർച്ചയായും ഈ കേസിലെ 1ഉം 3ഉം പ്രതികൾ സുധീഷ് ഉണ്ണി, അതോടൊപ്പം തന്നെ ഒട്ടകൻ രാജേഷ്, ഇവർക്ക് പരമാവധി ശിക്ഷ, അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദങ്ങൾ നിരത്തിയത്. മാത്രമല്ല ഈ കേസിന്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ അന്വേഷണ സംഘം വളരെയധികം ബുദ്ധിമുട്ടിയ, ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന് വളരെ പ്രയാസപ്പെട്ട ദൃക്സാക്ഷി മൊഴികൾ തേടുന്നതിന് അല്ലെങ്കിൽ അത് കോടതിക്ക് മുമ്പിൽ എത്തിക്കുന്നതിന് വളരെയധികം വെല്ലുവിളി നേരിട്ട ഒരു കേസാണ്. 11 പേരെങ്കിലും ഈ കൃത്യം കണ്ടിട്ടുണ്ട്. ആ സമയത്ത് 11 പേർ, കുട്ടികളടക്കമുള്ള മുതിർന്ന ആളുകൾ അടക്കമുള്ളവർ നോക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അതിൽ മുതിർന്ന 11 പേർ ഇതിലെ സാക്ഷി പട്ടികയിലേക്ക് എത്തുന്നതാണ്. പിന്നീട് അവരെല്ലാം തന്നെ മൊഴി മാറ്റുകയാണ്. അവിടെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനാകുമാരി പറയുന്ന കാര്യം വളരെ പ്രസക്തമാകുന്നത്. ഈ മറ്റ് കേസുകളൊക്കെ നടക്കുമ്പോൾ സാമ്പത്തിക ശേഷി ഉപയോഗിച്ച് സാക്ഷികളെ മൊഴിമാറ്റാനോ അവരുടെ അല്ലെങ്കിൽ ഈ കേസുമായി സഹകരിക്കാത്ത തരത്തിലോ അവരെ മാറ്റാറുള്ള പതിവുണ്ട്. പക്ഷേ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്രയധികം ഗുണ്ടകൾ ഉൾപ്പെട്ട കേസാണ്. ആളുകൾക്ക് ഭയമാണ്, അവർക്ക് സാക്ഷി പറയാൻ പേടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മുഴുവൻ ആളുകളും പിന്മാറുന്നൊരു സാഹചര്യം. ഒരാൾ മാത്രമാണ് ഭാഗികമായെങ്കിലും ഈ കേസിൽ സാക്ഷിമൊഴി പറഞ്ഞത്. സജീവ് എന്ന ഒരാളാണ്, ആ പ്രദേശവാസിയാണ്. അയാൾ മാത്രമാണ് ഈ കേസിൽ ഒരു സാക്ഷിമൊഴി നൽകാൻ കോടതി മുമ്പാകെ എത്തിയത്. അതും ഭാഗികമായി അദ്ദേഹം ഈ കേസിനോട് സഹകരിക്കുകയായിരുന്നു. അത് മാത്രമാണ് ഈ കേസിൽ സാക്ഷിമൊഴി എന്ന നിലയിൽ, ദൃക്സാക്ഷിമൊഴി എന്ന നിലയിൽ ആകെ കോടതിക്ക് മുമ്പിൽ എത്തിയ ഒരു കാര്യം. അതിൽ നിന്ന് മറ്റ് ശാസ്ത്രീയ തെളിവുകൾ, CCTV ദൃശ്യങ്ങൾ, ഇവർക്ക് മുൻപുണ്ടായിരുന്ന കുടിപ്പക, ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം, ഇതെല്ലാം തന്നെ കൃത്യമായി സമർത്ഥിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ വിധി സ്വാഗതാർഹമെന്ന് പ്രോസിക്യൂഷൻ പറയുന്നത്, അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത്. മറ്റ് സുധീഷിന്റെ അമ്മയുടെ പ്രതികരണം നമ്മൾ തേടി. ആ അമ്മ പറയുന്നത് വിധിയിൽ തൃപ്തിയുണ്ട്, പക്ഷേ ഇവർക്ക് തൂക്കുകയർ വിധിക്കേണ്ടതായിരുന്നുവെന്ന് ആ അമ്മ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിൽ കോടതിയെ സംബന്ധിച്ച് ആ വിധി പകർപ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ, വിധിയുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ല ശിക്ഷ വിധിച്ചു എന്നത് തന്നെയാണ്. 11 പേർക്കും ജീവപര്യന്തം ശിക്ഷ നൽകിക്കൊണ്ടുള്ള കോടതി വിധിയാണ് നെയ്യാറ്റിൻകര SC/ST കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. തന്നെയാണ് പോത്തൻകോട് സുധീഷ് വധക്കേസിൽ മുഴുവൻ പ്രതികൾക്കും 11 പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മാതൃകാപരമായ ശിക്ഷാവിധി തന്നെയാണ് BV വിനോദും പറയുന്നത്.